മതികെട്ടാൻ മുതൽ മെട്രോ വരെ, കുട്ടനാട്ടിലെ പുഞ്ചവയൽ മുതൽ അങ്ങ് ടെക്നോ പാർക്ക് വരെ നീണ്ട വി എസിൻ്റെ കയ്യൊപ്പ് ചാർത്താത്ത എത്ര ഇടങ്ങളുണ്ട് കേരളത്തിൽ എന്ന് വിരലെണ്ണാവുന്ന ഇടങ്ങൾ മാത്രമേ ഉണ്ടാവൂ എന്ന് തോന്നുന്നു. കാരണം അത്രത്തോളം വി എസിൻ്റെ നിലപാടുകൾ സ്പർശിച്ച ജീവിതങ്ങൾ, മേഖലകൾ, അതൊരുപക്ഷെ മലയാളത്തിൻ്റെ, കേരളത്തിൻ്റെ സർവ്വ മേഖലകളിലും സർവ്വതല സ്പർശിയായ ഒരു മനുഷ്യനാണ് കടന്നു പോകുന്നത്. കേരള ചരിത്രത്തിലെ നൂറ്റാണ്ട് കാലത്തെ ജീവിതം, 8 പതിറ്റാണ്ട് നീണ്ട സജീവ രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ അത് കേരളത്തിൻ്റെ ഒരു നൂറ്റാണ്ട് ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഏട് തന്നെയാണ് ഇവിടെ പേജ് മറിഞ്ഞു പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അത് എല്ലാ കാലത്തും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, നിലപാട് ഓർമ്മിക്കപ്പെടും. ഈ അടുത്ത ദിവസങ്ങളിലടക്കം നമ്മൾ വർഗീയ പ്രസംഗങ്ങളിലൊക്കെ ഉയർന്നു വന്ന കാലത്തൊക്കെ വി എസ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വി എസ് മുമ്പ് പറഞ്ഞത് എന്ത് എന്ന് ഓർത്തെടുത്ത് അത് വീണ്ടും പങ്കുവെക്കുന്ന ഒരുപാട് പേരെ സോഷ്യൽ മീഡിയയിലടക്കം കണ്ടതാണ്. വി എസിൻ്റെ വിടവ് അതുതന്നെയായിരിക്കും. വി എസിനോളം ധൈര്യത്തോടുകൂടി തൻ്റെ നിലപാട് വിളിച്ച് പറഞ്ഞൊരു നേതാവിനി ഉണ്ടാകുമോ എന്ന സംശയം, അല്ലെങ്കിൽ എന്ന ഒരു ആശങ്ക ആദ്യം തന്നെയാണ് ഈ വി എസിനെ കണ്ട് പുഷ്പങ്ങൾ അർപ്പിച്ച് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് മതിയാവാതെ മടങ്ങിപ്പോകുന്ന മനുഷ്യരൊക്കെയും ചിന്തിക്കുന്നത് ഇനി വി എസ് അല്ലെങ്കിൽ വി എസിനെ പോലൊരാൾ ഉണ്ടാകുമോ എന്നതാണ്. ഇത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വി എസ് അങ്ങോട്ടേക്ക് വരുന്നതേ ഉള്ളൂ. വി എസ് കടന്നു വരുന്നതിനും എത്രയോ നേരം മുന്നേ അവർ മുദ്രാവാക്യങ്ങളുമായി അവിടെ സജീവമാണ്. ഇനി ചവറയിലേക്കാണ് വി എസ് എത്തുന്നത്. കർഷക തൊഴിലാളികളുടെ ഒപ്പം ഫാക്ടറി തൊഴിലാളികളുടെ, അങ്ങനെ തൊഴിലാളികളാൽ സമ്പന്നമായ, തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമായ കൊല്ലത്ത് കൂടിയാണ് വി എസ് ഇപ്പോൾ കടന്നു പോകുന്നത്. പതിറ്റാണ്ട് കാലം വി എസ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച നാട്ടിൽ വി എസ് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി, സംഘാടനത്തിൻ്റെ ഭാഗമായി തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ഓടി നടന്ന പാതയിലൂടെ, അല്ലെങ്കിൽ ആ ഓടി നടന്ന നാടുകളിലൂടെയാണ് വി എസ് ഇപ്പോൾ മടങ്ങിപ്പോകുമ്പോൾ. വി എസ് അന്ന് സംഘടിപ്പിച്ച കുഞ്ഞു യൂണിറ്റുകളല്ല, അല്ലെങ്കിൽ ചെറിയ കമ്മിറ്റികളല്ല, ചെറിയ കൂട്ടങ്ങളല്ല, അതിനപ്പുറത്തേക്ക് വി എസിനെ ഏറ്റെടുത്ത ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. വി എസ് അറിയുന്നില്ലെങ്കിലും വി എസിന് വേണ്ടി, വി എസിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം മുഴക്കുന്നത്. മനീഷ് മഹിപാലുണ്ട്. മനീഷ്, അവിടെ വലിയൊരു കൂട്ടം മനുഷ്യരെ കാണുന്നുണ്ട്. ചവറയിലാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങോട്ടേക്ക് വിലാപയാത്ര എത്തുന്നതേ ഉള്ളൂ. മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന മനുഷ്യർ, അവർ മുഷിയുന്നില്ല, അവർക്ക് ക്ഷീണമില്ലാതെ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ കഴിയുന്നു. അത് വി എസ് പകരുന്ന ഊർജ്ജമല്ല. ഈ മഴയിലും ഒരു മുഷിപ്പോ ഒരു മടിയോ ഇല്ലാതെ എത്രയധികം ആളുകളാണ് ഈ ചവറയിൽ കാത്തു നിൽക്കുന്നത് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 10-14 മണിക്കൂർ സമയമായി ചവറയിൽ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ, പോയിന്റിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും അടക്കം നിരവധി ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകൾ നിലവിൽ ഈ ചവറയിൽ 12 ായി കാത്തു നിൽക്കുന്നു എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. വി എസിനെ ഏറെ സ്നേഹിച്ച നാടാണ് കൊല്ലം. പ്രത്യേകിച്ചും ചവറയിൽ എത്രത്തോളം ആളുകൾ ഇവിടെ തിങ്ങിക്കൂടി നിൽക്കുന്നത് അദ്ദേഹത്തെ അത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അങ്ങനെ വി എസ് അച്യുതാനന്ദന്റെ ഭൗതികദേഹം അദ്ദേഹത്തിന്റെ, തീർച്ചയായും വി എസിനെ കാത്തു നിൽക്കുന്ന മനുഷ്യരുടെ കൂട്ടമാണ്. അതൊരു ജനസഞ്ചയം അങ്ങനെ വി എസിനൊപ്പം ഒഴുകി വരുന്നതാണ് നമ്മൾ കണ്ടത്. തിരുവനന്തപുരത്ത് നിന്ന് ആ വിലാപയാത്ര ആരംഭിച്ചത് മുതൽ ഇങ്ങോട്ടേക്ക് അത് എവിടെയെങ്കിലും മുറിഞ്ഞു പോയിട്ടില്ല, എവിടെയെങ്കിലും കണ്ണുവിട്ടു പോയിട്ടില്ല, എവിടെയെങ്കിലും ഒന്ന് നിശബ്ദമായിട്ടില്ല. കാരണം അത്രയേറെ ആവേശത്തോടെ വി എസ് എങ്ങനെയാണോ ജനഹൃദയങ്ങളിലേക്ക് സമരാവേശം അല്ലെങ്കിൽ പോരാട്ടവീര്യം പകർന്നു കൊടുത്തത്, അതേ അളവിൽ, അല്ലെങ്കിൽ അതിനേക്കാളേറെ അളവിൽ 10 മടങ്ങായി തിരിച്ച് വി എസിന് നൽകണം. അതാണ് വി എസിനുള്ള ആദരം എന്ന് ഉറപ്പിച്ചാണ് ആ മനുഷ്യർ കൈ ഉയർത്തി ആ വാഹനത്തിനടുത്തേക്ക് അവർ നടന്നെടുക്കുകയാണ്. ആ വാഹന വ്യൂഹത്തെ തടഞ്ഞു നിർത്തി വി എസിന് ആദരം അർപ്പിക്കുകയാണ്. വി എസ് ഏറ്റവും പ്രിയപ്പെട്ട കേഡർമാരെ, അല്ലെങ്കിൽ വി എസിന് ഏറ്റവും മതിപ്പ് തോന്നിയ മനുഷ്യരെ വി എസ് വിശേഷിപ്പിച്ചത് അയാളൊരു നല്ല ഫൈറ്റർ എന്നാണ്, പോരാളി എന്നാണ്. ആ പോരാളികളിലെല്ലാം മാതൃകയാക്കിയ പോരാളികളുടെ പോരാളിയാണ് വി എസ് എന്ന് വി എസ് തന്നെ വിശേഷിപ്പിച്ച ഫൈറ്റർമാർ, വി എസ് കണ്ടെത്തിയ ഫൈറ്റർമാർ, വി എസ് കേഡർമാരാക്കി മാറ്റിയ തലമുറ, അല്ലെങ്കിൽ അവർ പിന്നീട് കേഡർമാരാക്കി മാറ്റിയ പുതുതലമുറ, എല്ലാവരും പറയുന്നു ഞങ്ങൾ ഈ പോരാളികളുടെ പോരാളിയാണ് വി എസ് എന്ന് തിരികെ, അല്ലെങ്കിൽ മറുപടി എന്നോണം വി എസിനോട് പറയുന്ന കാഴ്ചയാണ് അവരുടെ മുദ്രാവാക്യങ്ങളിൽ
മുഴങ്ങിക്കേട്ടത് അത്രയും. ഈ വിലാപയാത്ര ഏറെ വൈകിയാണ് സഞ്ചരിക്കുന്നത്. ഈ സമയം ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുൻപേ VSൻ്റെ വേലിക്കകത്ത് വീട്ടിലേക്ക് ആലപ്പുഴയിലേക്ക് എത്തിച്ചേരുമെന്ന് കണക്കുകൂട്ടിയിരുന്ന ഒരു വിലാപയാത്ര, അവിടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചത് VS എന്ന മനുഷ്യനോടുള്ള സ്നേഹം. VS ഈ കേരളത്തിന് പാവപ്പെട്ട മനുഷ്യർക്ക് പോരടിച്ച മനുഷ്യർക്ക് അവകാശ പോരാട്ടത്തിൻ്റെ ഭൂമികയിൽ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ, അവർക്ക് താങ്ങും തണലും കരുത്തും ആശയും ആവേശവുമായി മാറിയ VSനെ അവർ തിരികെ നൽകുന്ന സ്നേഹവായ്പാണ് ഈ കാത്തുനിൽപ്പ്. അതൊരു മുഷിപ്പായി മാറുന്നില്ല, അതല്ലെങ്കിൽ സമയം വൈകുന്നതിൽ അവർ അസ്വസ്ഥരാകുന്നില്ല. കാത്തിരിക്കുകയാണ് VSനെ കണ്ടേ മടങ്ങൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട്. എത്ര തലമുറകൾക്ക് ആവേശമാകുന്നു, ഇത്രയേറെ മനുഷ്യർക്ക് ആവേശമാകാൻ. ഇനി നൂറ്റാണ്ടുകാലം ജീവിച്ചാൽ എത്ര മനുഷ്യർക്കിങ്ങനെ, എത്ര തലമുറകൾക്ക്, ഇനി വരുന്ന തലമുറകൾക്കും ആവേശം പകരാൻ, അവർക്ക് വഴികാട്ടിയാവാനാകുമോ എന്നത് സംശയമാണ്. ഇനി അങ്ങനെ ഒരു മനുഷ്യൻ ഈ നാട്ടിൽ ഇനി വളർന്നു വരുമോ, അല്ലെങ്കിൽ ഇനി ജനിക്കുമോ എന്നതും സംശയമാണ്. VSന് തുല്യം VS എന്ന് എത്ര മനുഷ്യരാണ് പറഞ്ഞത്. പലരും വലിയ ആൾക്കൂട്ടത്തിനിടയിൽ VSനെ കാണാൻ ആവാതെ, അല്ലെങ്കിൽ VSനെ അങ്ങനെ ആഗ്രഹിച്ച പോലെ കാണാതെ മടങ്ങേണ്ടി വന്നവരൊക്കെ പോയി VSനെ ഇനി കാണാനില്ലല്ലോ, ഇനി അതിൽ വലിയ സങ്കടം പങ്കുവെക്കുന്ന ചില പ്രതികരണങ്ങൾ കൂടി നമ്മൾ പലയിടത്തും ഈ വിലാപയാത്ര കടന്നു വന്ന വഴികളിലൊക്കെ കണ്ടു. 15 മണിക്കൂറിലേക്ക് അടുക്കുകയാണ്, 15ാമത്തെ മണിക്കൂറിലേക്ക് അടുക്കുകയാണ്. നേതാക്കളടക്കം ഇപ്പോഴും ഉറങ്ങാതെ, CPMൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി മുതൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വരെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അടക്കം എല്ലാവരും, ആ വാഹനത്തിലുള്ളവരും അതിന് മുന്നിലും പിന്നിലുമൊക്കെയായി CPMൻ്റെ സംസ്ഥാന നേതൃത്വമാകെ. ഇതാ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. സ്ത്രീകളാണ് ഓടിയെടുക്കുന്നത്, റോഡിലേക്ക് ഓടിയെടുക്കുകയാണ് ഈ വാഹനം. അവർ തടയുകയാണ്, അവർ തടഞ്ഞു നിർത്തുകയാണ് VSനെ കാണാൻ വേണ്ടി. ഇതാ കൊച്ചു കുട്ടികളടക്കം സ്ത്രീകളുടെ വലിയൊരു നിര ചവറയിലേക്ക് അടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട കേന്ദ്രം, അല്ലെങ്കിൽ CPIM മുമ്പ് നിർദ്ദേശിച്ചിരുന്ന പ്രധാനപ്പെട്ട സ്ഥലം ചവറയാണ്, അടുത്തൊരു പോയിന്റ് എന്നത്. പക്ഷേ അതല്ല, വഴിനീളെ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അവരെ അവഗണിച്ച് ആൾക്കൂട്ടത്തിൻ്റെ ശ്വസിച്ച, ആൾക്കൂട്ടത്തെ ജീവനായി കണ്ട, ആൾക്കൂട്ടം ആയുസ് നീട്ടിക്കൊടുത്ത VSന് എങ്ങനെ മുന്നോട്ട് പോകാനാകും, VSൻ്റെ പാർട്ടിക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാകും? ഇത് ചവറയിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ചവറ, അവിടെ VSനെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്, ആ മുദ്രാവാക്യം മുഴക്കാൻ തുടങ്ങിയിട്ട്, അതിൽ കാത്തുനിൽപ്പിൻ്റെ മുഷിപ്പില്ലാതെ അവരങ്ങനെ മുറിയാതെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടേയിരിക്കുകയാണ്. മണിക്കൂറുകളായി ഈ VS എന്നത് നമ്മളിങ്ങനെ ആവർത്തിച്ച് കേൾക്കുകയാണ്. അത് ഓരോ ഇടങ്ങളിൽ, ഓരോ ശബ്ദത്തിൽ, ഓരോ മനുഷ്യരുടെ ചുണ്ടുകളിൽ നിന്ന് അവർ തൊണ്ടപൊട്ടുമാറുച്ചത്തിൽ, പലയിടങ്ങളിൽ ഇടറിപ്പോകുമ്പോൾ മറ്റൊരാൾ ഏറ്റുവിളിക്കുന്ന തരത്തിൽ, അങ്ങനെ മനുഷ്യ മഹാസാഗരമായി VS പടരുകയാണ്. VS ഇത്രകാലം എങ്ങനെ കേരളത്തിൽ ഓടി നടന്ന് മനുഷ്യരുടെ പോരാട്ടങ്ങളിൽ, നിസ്വരായ മനുഷ്യരുടെ അവകാശ പോരാട്ടങ്ങളിൽ അണിനിരക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചോ, അല്ലെങ്കിൽ അവർക്ക് ആവേശം പകർന്നോ, ആ മനുഷ്യരെല്ലാവരും VSന് വേണ്ടി അന്ത്യയാത്രയിൽ അണിനിരക്കുകയാണ്. ഒരു ചിത്രമെങ്കിൽ ചിത്രമായി VSനെ ഓർമ്മയിലേക്ക് പകർത്തി വെക്കാൻ ശ്രമിക്കുകയാണ് ഈ മനുഷ്യരെല്ലാവരും. ഇനി ചവറയിലേക്കാണ് എത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത പോയിൻ്റ് ഇതാണ്. VS മിഴിപൂട്ടിയാലും മായില്ല ഈ വിപ്ലവ വീര്യം. തലമുറകളിലേക്ക് കൊളുത്തിവെച്ച കൈത്തിരി പോലെയാണ് VS ജീവിച്ച കാലത്ത് ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ VSനെ കണ്ടു, കേട്ടു, അറിയാൻ ശ്രമിച്ചു എന്നത് തന്നെ ഒരു സൗഭാഗ്യമല്ലേ?